ഹലോ ഭദ്രനാ? ആ പറ വക്കീലേ. താനിങ്ങനെ ചൂടാവല്ലേ വക്കീലേ. ഇത് ഒരു തരം വരട്ട. ചൂണ്ടയിൽ കൊത്തിയ കളി നമ്മുടെ വശത്ത്, ഇല്ലെങ്കിൽ ഗായത്രിയുടെ വശത്ത്. ഒന്ന് പോവാൻ പറ ഈ ബാർ കൗൺസിൽ അംഗങ്ങളോട്. പണത്തിന് മീതെ ചക്കാത്തിൽ ആരും പായ വിരിക്കാറില്ല. ഇത് ഭദ്രന്റെ പഴമൊഴിയാ. വക്കീല് ധൈര്യമായിട്ടിരിക്കേ. നാഗരാജ്, ഇത് പാട്ടത്തേടാണല്ലോ തമ്പുരാനെ. തമ്പുരാൻ പുതിയ സർക്കസ് കമ്പനി തുടങ്ങിയത് കേട്ടു. അഭ്യാസം അറിയാതെ സുകുമാരന്റെ കളത്തിൽ കളിക്കല്ലേ. വളയം പിടിക്കുന്ന കയ്യാ. വരട്ടല്ലേ സുകുമാരാ. വളയമൊക്കെ ഞാനും കുറെ പിടിച്ചിട്ടുള്ളതാ. അങ്ങ് തെമ്മതിരയിൽ പാണ്ടിലോറിക്ക് വളയം പിടിക്കുന്ന നല്ല തമിഴന്മാര് പിള്ളേർ എന്റെ കൂടെയുണ്ട്. പിന്നെ നിന്റെ പെങ്ങളോടും മരുമകളോടും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. തൊലി വഴുത്താ കെട്ടിവെക്കാം, അസ്ഥിക്ക് നീര് വന്നാലോ. സുകുമാരന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ കേസ് വാഴുംകോവിലിടത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അത് ജയിക്കുന്നവരെ ഭദ്രൻ കളിച്ചിരിക്കും. തമ്പുരാൻ കളിച്ചോ? പക്ഷെ കളിക്കുന്ന കളി കോടതി മതി. ഇനി എന്റെ പെങ്ങളെ വീട്ടിൽ കയറി 4ാം കടി ചട്ടമ്പത്തിനെ കാണിച്ചോണ്ടല്ലോ. എന്റെ പെരുങ്ങോട്ടുകാരെ തേവരെ, ഞാൻ എന്തായി കാണണേ? ഏട്ടന്റെ കാര്യം ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. കൂപ്പിവെച്ച ഞാൻ അറിയുന്നത് ഒരു മനസ്സമാസം ഉണ്ടായില്ല. നേരെ ഇങ്ങോട്ട് പോന്നു. അവനെ ഞാൻ വഴി വെച്ച് കണ്ടു. വീട്ടിൽ കയറുന്ന ചേറ്റത്തരം കാണിച്ചിട്ട്. ഛേ, അല്ല ഈ ഫോണൊക്കെ എന്തിനാണെന്ന് നിനക്കറിയില്ലേ? അല്ല, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ജന്മങ്ങളാ. പോട്ടെ ഏട്ടാ, അതിന് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കോടതി കേസ് നടക്കുമ്പോ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ ഏട്ടനെ ഒന്നും അറിയിക്കാതിരുന്നത്. കേസിന്റെ വഴിക്ക് നടക്കട്ടെ. വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്തിരുന്ന വാഴുംകോവിലെടുത്ത ശേഖരന്റെ കാലം കഴിഞ്ഞു. ഇപ്പോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ആ, നീ പോയി ചായ എടുത്തേ. ആ, ഇന്ന് ശനിയാഴ്ചയല്ലേ? മോളവിടെ പോയി? അങ്ങനെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ ചിലപ്പോ വാക്കുകൾ പഴയ്ക്കും. അപ്പൊ പിന്നെ ശേഖരൻ തമ്പുരാന്റെ പ്രസംഗത്തെ കുറിച്ച് ഓർക്കും. പിന്നെ കണ്ണും പൂട്ടി ഒറ്റ കാച്ച സദസ്സേ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കും. ഗായത്രി എന്റെ പ്രസംഗം കേട്ടിട്ടില്ലല്ലോ. ഓ, 4 വർഷം മുമ്പുള്ള ഇലക്ഷൻ കേട്ടതായിരിക്കും. എങ്ങനെ ഓർത്തിരിക്കാനാ? ഒരു 6 മാസം കൂടി കഴിഞ്ഞോട്ടെ, അപ്പോ കേക്കാം. അതിരിക്കട്ടെ, ഗായത്രി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഞാൻ വന്നത് ശ്രീകുട്ടിന്റെ ഒരു കാര്യമായിട്ടാ. ഈ ശ്രീകുട്ടൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അല്ലേ? ഒരു 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയ്ക്ക് ഞാനതങ്ങ് മറന്നുപോയി. ആട്ടെ, ഞാനിപ്പോ എന്താ ഗായത്രിക്ക് ചെയ്തു തരേണ്ടത് പറഞ്ഞോ. ഡൽഹിയിൽ ആർമി വെൽഫെയർ അസോസിയേഷൻ ആവ എന്നൊരു സ്ഥാപനം ഉണ്ടത്രേ. കരസേന മേധാവിയുടെ ഭാര്യ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആവയിൽ സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയിന്മേൽ വളരെ വേഗത്തിൽ അന്വേഷണം നടത്തി പരിഹാരം കണ്ടെത്തി കൊടുക്കുമത്രേ. നിവേദനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സാർ എനിക്ക് പെരിങ്ങോട്ടുകാരെ MP എന്ന നിലയിൽ ഒരു റെക്കമെൻഡ് ലെറ്റർ തരണം. ഓ, അതിനെന്താ. അപ്പൊ പിന്നെ ഗായത്രി ഇവിടെ ഇരിക്കും. ഞാൻ അകത്തുപോയി ലെറ്റർ ശരിയാക്കിട്ട് വരാം. എല്ലാവരും കൂടി എങ്ങോട്ടാ? മുല്ലപ്പെരിയാന്റെ ഷട്ടർ തുറന്നു വിട്ടോ MP കാണാനാ? ഓയ് ജീപ്പിൽ കയറി ഇരിക്കണോ? പഞ്ചായത്തിലെ പ്രശ്നങ്ങളെ പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ MP പറഞ്ഞോളാം. പോടോ. ഗായത്രി കാണാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തോമസ് ഊട്ടിയെ ഞാനിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതാണ് തോമസ് ഊട്ടി. പ്രതീക്ഷിക്കാത്തടത്ത് വലിഞ്ഞു കയറി ചെല്ലുന്ന സ്വഭാവം പണ്ട് എനിക്കുള്ള. അത് നാട്ടുകാരറിഞ്ഞ കഥ. പിന്നെ എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? വാഴുംകോവിലടുത്ത് സുഭദ്ര തമ്പുരാട്ടി തീരെ വയ്യാതെ കിടക്കുക. അതാടോ ഈ വരവിന്റെ ഉദ്ദേശം. മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കാണണമെന്ന് തമ്പുരാട്ടി പറഞ്ഞു. പഴയതൊക്കെ അങ്ങ് മറന്ന് താൻ അമ്മയും കൂട്ടി വാഴുംകോവിലിടം വരെ ഒന്ന് ചെല്ലണം.
തമ്പുരാട്ടിക്ക് വല്ലതും സംഭവിച്ച ആ കുറ്റബോധം ഗായത്രിയുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. അതൊഴിവാക്കാവല്ലോ. പിന്നെ ശ്രീകുട്ടൻ എന്തെങ്കിലും തിരിച്ചു വന്ന് എന്റെ അമ്മയെ ഒന്ന് പോയി കണ്ടുകൂടായിരുന്നോ എന്ന് ചോദിച്ചാ ഗായത്രി എന്താ ഉത്തരം പറയാ? കാശെടുക്കാൻ എപ്പോഴും മറക്കും. അതാണ് തോമസ് കുട്ടി. ഓ അതറിയാം. ഇതാണ് നമ്മുടെ പഴയ ശകടം. കാറ്റുണ്ടല്ലോ അല്ലേ? നമസ്കാരം. നമസ്കാരം. വീട്ടിൽ പോയിരുന്നു. അപ്പോഴേ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. പ്രസിഡന്റ് അവിടെ ചെന്നിരുന്നു മോള് പറഞ്ഞായിരുന്നു. ആ സാട കുടഞ്ഞ് എഴുന്നേറ്റ ഒരു സിംഹത്തെ പോലെയല്ലേ ഞാൻ ഇന്നലെ ഗായത്രി കുട്ടിയെ കണ്ടത്. സാക്ഷാൽ വാഴുംകോവിലെടുത്ത ശേഖരൻ തമ്പുരാൻ ഉറഞ്ഞു തുള്ളി നിൽക്കുകയായിരുന്നില്ലേ. ഓളാമ്പി ഉണ്ണിത്താരും മോള് കൊടുത്തയാടി അസലായി. അത് നേരിട്ട് കാണാൻ കഴിഞ്ഞ് എനിക്കൊരു കാര്യം ഉറപ്പായി. അടുത്ത ഇലക്ഷന് ഗ്രൂപ്പ് വഴക്കന്റെ കാര്യവും പറഞ്ഞു. അവൻ എന്റെ മുമ്പിൽ അധികം ഷൈൻ ചെയ്യില്ല. അതിരിക്കട്ടെ, എന്താണാവോ ഈ വഴിക്കൊക്കെ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ തന്നെയാ വന്നത്. ശ്രീകുട്ടന്റെ അമ്മ തീരെ വയ്യാണ്ട് കിടക്കുക. വാഴുംകോവിലിടത്തിൽ നിന്നും പടിയിറങ്ങി വേദനയോടെ നിൽക്കുന്ന ശേഖരേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചും എനിക്കറിയാം. മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. മോൾ അമ്മയും കുട്ടി ഒരിക്കലും പെരുങ്ങോട്ടേക്ക് വരണം. കാണാതായ മകനെ ഓർത്ത് നീറി നീറി ജീവിക്കുന്ന ഒരു ജന്മമുണ്ട് ആ ഗ്രാമത്തിൽ. വാഴുംകോവിലിടത്ത് സുഭദ്ര തമ്പുരാട്ടി. എന്നാ വരട്ടെ. മന്ത്രിയെ കണ്ട് കുറച്ചുപേരുടെ വിധവാ പെൻഷൻ ശരിയാക്കാനുണ്ട്. നടക്കില്ല എങ്കിലും ശ്രമിക്കാം. ഇല്ലെങ്കിൽ പെരിങ്ങോട്ട് കയറിയാലെ വിധവാ സഹോദരികൾ എന്നെ വെറുതെ വിടില്ല. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനില് വനിതാ വാർഡാക്കിയാലോ? പിന്നെ എനിക്ക് വഴി നടക്കാൻ പറ്റില്ല. വരട്ടെ, ഗസ്റ്റ് ഹൗസിലോട്ട് പോട്ടെ. ശരി ഏട്ടാ. മന്ത്രി ഇപ്പൊ ഉണർന്ന് കാണുമോ എന്തോ. വാ മോളെ. നമസ്കാരം. ചായ കുടിക്കേ. ഓ ഇതാണ് എന്റെ കുട്ടിയുടെ ഫോട്ടോ. ഓ തനിക്കറിയാലോ, ഞങ്ങളെ കൊണ്ടാകാവുന്ന വിദ്യാഭ്യാസമൊക്കെ എന്റെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്തൊരു ബന്ധം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സുമാൻ ഇതിപ്പോ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഗായത്രി മോക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ബന്ധം ഞാൻ കൊണ്ടുവന്ന് തരൂ. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ വാസുടെ, ആ കണക്ക് പറഞ്ഞു തരികല്ലോ കേട്ടോ. തൽക്കാലം ഇതിരിക്കട്ടെ. ഓ ഏട്ടാ, അവൾ ഈ ആലോചനയ്ക്കൊന്നും സമ്മതിക്കൂല. അത്ര കണ്ട് ശ്രീകുട്ടനെ നെഞ്ചിലേറ്റി നടക്കൂല്ലേ അവള്. അവൻ വരും വരൂ എന്ന് പറഞ്ഞുള്ള അവളുടെ ആ കാത്തിരിപ്പ് കാണുമ്പോ ചങ്ക് പിടയ്ക്കുക. സുജാതേ, നമ്മൾ ഇതൊക്കെ പറയും. ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ള അവളുടെ കാര്യമാ വലുത്. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമായി കൊടുക്കാന്നുള്ളത് എന്റെ നിന്റെയും കടമയാ. അല്ലാതെ വാഴുംകോവിലെടുത്ത ശേഖരൻ തമ്പുരാൻ നിന്നെ കല്യാണം കഴിച്ച് ജീവിച്ച കാലമൊന്നും അല്ലത്. അതുകൊണ്ട് തന്നെയാ ഗായത്രി മോള് ശ്രീകുട്ടനെ സ്നേഹിക്കണമെന്ന് അറിഞ്ഞപ്പോ ഞാൻ എതിർക്കാഞ്ഞത്. ഇനിയിപ്പോ ഒരിക്കലും വരില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നെങ്കിലോ? അഥവാ ഇനി വന്നാൽ തന്നെ ഈ കല്യാണം നടക്കുന്നത് എന്താ ഉറപ്പ്? ഏത് പെണ്ണിനൊരു ആൺതുണ വേണം. നമ്മുടെയൊക്കെ കാലശേഷം അവൾക്ക് ആരാ ഉള്ളേ? അമ്മാവൻ പറഞ്ഞത് ശരിയാ. ഏതൊരു പെണ്ണിനും ഒരാൺതുണ വേണം. ഞാൻ എന്റെ ശ്രീകുട്ടനെ അത്രമാത്രം സ്നേഹിച്ചു പോയി. മോളെ, മോളുടെ മനസ്സിന്
അമ്മാവൻ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം. ഏതൊരാളും ചിന്തിക്കുന്ന പോലെ തന്നെ അമ്മാവനെ ചിന്തിച്ചെന്നേ ഉള്ളൂ. ശേഖരൻ തമ്പുരാൻ പോയ പിന്നെ മോക്കും അമ്മയ്ക്കും വേണ്ടിയാ ഇത്രയും കാലം ഈ അമ്മാവൻ ജീവിച്ചത്. ഇനി അങ്ങോട്ടും മറിച്ചൊരു ജീവിതം എനിക്കില്ല. മോളെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ച് ഈ അമ്മാവൻ ചിന്തിക്കുക? അമ്മാവൻ ലോറിയല്ലേ ഓടിക്കുന്നത്? ഒന്ന് കൈതെറ്റിപ്പോയാ ഒരു ഉൾഭയമാ. അതാ